ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു യാത്ര പോയാലോ? ഫുജിയറയിലേക്കാണ് കേട്ടോ ഇന്ന് യാത്ര. ഇത് ദുബായ് ആണ്. ദുബായിൽ നിന്ന് ഫുജിയറയിലേക്ക് ഒരു 1.5 മണിക്കൂറോളം സമയമെടുക്കും യാത്ര. അപ്പോൾ ഒരു ഹോട്ടൽ സ്റ്റേക്കാണ് നമ്മൾ പോകുന്നത്. സമയം അധികം കളയണ്ട അല്ലേ? നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വരൂ, നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് കിടക്കാം. ഇത് കണ്ടില്ലേ, കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു എന്താ പറയുക, പ്രകൃതി എല്ലാ കാര്യങ്ങളൊക്കെ മാറി പതുക്കെ കുറച്ച് മലകളൊക്കെ കണ്ടു തുടങ്ങി. ഫുജിയറയിൽ നിറച്ച് മലകളാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, നമ്മുടെ പാറക്കല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതുപോലത്തെ കല്ലുകളുള്ള മലകളാണ്. അല്ലാതെ പച്ചിപ്പുള്ള മലകളല്ല കേട്ടോ. ഭയങ്കര മൊട്ടക്കുന്നൊക്കെ പറയും നമ്മൾ, അതുപോലെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളത് ഇതുപോലത്തെ മലകളാണ് ഇത്. പക്ഷേ പാറ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് എന്തോ മണലും അങ്ങനെയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല ഉറച്ച മലകളാണ് ഇത് കേട്ടോ. രണ്ട് വശത്തും നല്ല മലകൾ. കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും നമ്മൾ ചെവിയൊക്കെ പതുക്കെ ഇങ്ങനെ അടയ്ക്കാൻ തുടങ്ങും. ഈ ഫ്ലൈറ്റിലേക്ക് ഇരിക്കുമ്പോൾ ചെവി അടയ്ക്കില്ലേ, അതുപോലെ ഈ ചെവി നന്നായിട്ട് അടയ്ക്കാൻ. രണ്ട് വശത്തും മലകളായതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ അതിൽ. പക്ഷെ ചൂടാണ്. നമുക്കിതിൽ കാണുമ്പോൾ അത്ര കുറച്ചൊരു തണുപ്പൊക്കെ ഉള്ള സ്ഥലം പോലെ തോന്നും, പക്ഷെ നല്ല ചൂടാണ് കേട്ടോ. എന്നാലും യാത്ര നല്ല മനോഹരമായിരുന്നു. നമ്മൾ ആ ദുബായിൽ കാണുന്ന ആ ഒരു ടൈപ്പ് റോഡുകളേ അല്ല ഇവിടെ. ആ വലിയ കുന്നുകൾക്ക് ഇടയിൽ കൂടെ ഈ റോഡ് എന്ത് മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നോക്കി. ഒരു ചെറിയൊരു ഗട്ടറോ ഒന്നുമില്ലാതെ നല്ല സുന്ദരമായ റോഡ്. നമ്മൾ ആ യാത്രയുടെ ക്ഷീണം അറിയേയില്ല. അത്ര മനോഹരമായ ഒരു യാത്രയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇത് നോക്കിയപ്പോൾ സിഗ്നൽ നിർത്തിയ സമയത്താണ് കണ്ടത്, ഈ ഒരു മലയുടെ അവിടെ ഇങ്ങനെ നമ്മുടെ പഴനി മലയിലേക്കൊക്കെ ഉള്ള വഴികളില്ലേ, അതുപോലെ ഇങ്ങനെ വഴി വെട്ടി വെച്ചിരിക്കുന്നത്. അതെന്താണെന്നറിയില്ല, ലൈറ്റ് ഹൗസാണ് എന്താണെന്നറിയില്ല കേട്ടോ. ആ മലയുടെ മുകളിൽ മാത്രം, വേറെ എവിടെയും കാണുന്നില്ല, പക്ഷേ ഈ മലയുടെ മുകളിൽ മാത്രം ഇങ്ങനെ വഴി. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫുജിയറയിൽ ആ സിറ്റിയിലെത്തിയപ്പോൾ കണ്ടില്ലേ, ഇവർ ആർട്ടിഫിഷ്യലായിട്ടാണെങ്കിലും കുറേ പുൽത്തകിടിയൊക്കെ ഇങ്ങനെ താഴെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെയൊക്കെ പച്ചിപ്പൊക്കെ ഉണ്ട്. മറ്റേത് ഭയങ്കര ഡ്രൈ ആണ് ഇതുവരെ. ഇപ്പോൾ ഈ സൈഡിൽ രണ്ട് വശങ്ങളിലും ചെടികളും മരങ്ങളൊക്കെ ഇവരിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു മനോഹരം തന്നെയാണ്. ഫുൾ ഡ്രൈ ആയിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പച്ചിപ്പ് കാണാൻ ഒരു രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടോ. വി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. വി ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ പേര്. ഇതാ ഹോട്ടലിൻ്റെ ലോബിയാണ്. ലോബി റിസപ്ഷൻ ഏരിയ ഒക്കെയാണ് കേട്ടോ. ഈ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ നേരെ കാണുന്നത് തന്നെ കടലാണ് കേട്ടോ. നോക്കിയാൽ ഫുൾ കടലാണ്. ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടില്ലേ, അവിടെ ഫുൾ കടലാണേ. അപ്പം നല്ല ചൂടാണ് ഈ സമയത്ത്. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്താണ് എത്തിയത്. എന്തായാലും കുറച്ചൊന്ന് വെയിൽ താന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കടലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ഹോട്ടലിൽ മറ്റ് വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ വന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ മനോഹരമായി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.